ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കമൻ്റാണ്, തീർത്ഥ, ഐ എം എ ഫ്രഷർ ആൻഡ് ഹാഡ് നോ എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. ഇസ് ദിസ് വിൽ ബി എ പ്രോബ്ലം? ഓൾസോ വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ടു റീച്ച് ദെയർ? സോ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റുഡൻറ്റ് വിസ തന്നെയാണ്. പക്ഷേ അതിൻ്റെതായ പ്രോബ്ലംസ് അതിനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഒരു 2 ഇയർ പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ലോൺ എടുത്ത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കിട്ടത്തില്ല എന്നല്ല. പക്ഷേ അത് കുറച്ചും കൂടെ സേഫ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും PR വിസയാണ്, അല്ലെങ്കിൽ പാത്സ് ടു PR 491 അല്ലെങ്കിൽ 190 189 അങ്ങനത്തെ ആയിരിക്കുമെന്ന് ഞാൻ പറയും. ബിക്കോസ് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവാണ്, നിങ്ങൾ കുറച്ചും കൂടെ സെക്യൂർഡ് ആവും. പിന്നെ മെഡിക്കെയർ ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വിസയ്ക്ക് ഉണ്ടാവും. പക്ഷേ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ നിങ്ങളിപ്പം എന്താ പ്രൈവറ്റ് ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അതിൽ വന്നിട്ട് എല്ലാം ഒന്നും കവർ ആവത്തില്ല, നല്ല പൈസയാണ്. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പൈസയാവും. മീൻസ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കത്തില്ല എപ്പോഴും. ഇപ്പം കഴിഞ്ഞ ഇടെ ഞാനൊരു ടെസ്റ്റ് ചെയ്യാൻ പോയപ്പം, വൈറ്റമിൻസിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പം അതിന് എനിക്ക് തോന്നുന്നു വൈറ്റമിൻ B12 മാത്രം $85 ആണ്. അപ്പം നമുക്ക് മെഡിക്കെയർ ഇല്ലെങ്കിൽ എന്താ നമ്മളത് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പം ഡെഫിനറ്റ്ലി ഞാൻ പറയും PR തന്നെയാണ് മീൻസ് നല്ലത് എന്ന്. പിന്നെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. 3 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PRൻ്റെ ആ ഒരു എലിജിബിലിറ്റിയിൽ വൺ ഓഫ് ദ ഫാക്ടറാണ് മിനിമം എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു ആൻസറായിട്ട് ഞാൻ പറയും, ഈസിയസ്റ്റ് വേ ആണ് സ്റ്റുഡൻറ്റ് ഇഫ് യു ക്യാൻ അഫോർഡ്. മീൻസ് എനിക്കൊക്കെ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വരുന്ന സമയത്ത്, ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് ടീച്ചിങ്ങിലായിരുന്നു. അപ്പം എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോക്കിയപ്പം എൻ്റെ ഹസ്ബൻഡിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, 10 ഇയറിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് മീൻസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പം തന്നെ എനിക്ക് 10 പോയിൻറ്റ്സ് നമ്മുടെ പാർട്ട്ണറിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് എൻ്റെ സ്കിൽ അസസ്മെൻറ്റിൽ ഞാൻ IELTS എഴുതിയതും, അതുപോലെ തന്നെ സ്കിൽ അസസ്മെൻറ്റ് ഞാൻ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയിൽ എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വന്നിട്ട് 3 നമ്മുടെ പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഒരു ഡോക്യുമെൻ്റ്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്സ് പോലെ 3 എണ്ണം നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പം അത് രണ്ടും ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് 10 പോയിൻറ്റ്സ് കിട്ടിയത്. അല്ലെങ്കിൽ എനിക്കും വരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മീൻസ് എനിക്ക് ടീച്ചിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇവരെ കാൽക്കുലേറ്റ് ചെയ്തില്ല, അവർ 0 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഫീൽഡിൽ 3 ഇയർ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് കാണിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ PRൻ്റെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന്. ഫസ്റ്റ് സ്കിൽ അസസ്മെൻറ്റിൽ തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് പോയി ഒരു ഏജൻസിനെ മീൻസ് ഏജൻസിക്ക് ഡയറക്റ്റ്ലി അപ്പം തന്നെ പൈസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണെന്നുള്ളൊരു ഓവറോൾ ഐഡിയ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അവർ പറയുന്നത് എപ്പോഴും 100% ശരിയാവണം എന്നില്ല. മീൻസ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആണ്, എല്ലാം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് മെഡിക്കെയർ ആണെങ്കിലും ഓളം വാലിഡ് ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും ഒക്കെ അത്യാവശ്യം നല്ല പൈസ തന്നെയാണ്. ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെ സാധ്യതകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നാട്ടിലിരുന്ന് ഒരുപാട് ഇൻ്റർവ്യൂസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഫീൽഡിൽ അത് പറ്റുമെന്നുള്ളത്. ബിക്കോസ് ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 2 or 3 വീക്സിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ഡെഫിനറ്റ്ലി അവർക്കൊരു ലോക്കൽ അഡ്രസ്സും അതുപോലെ തന്നെ ഒരു ഫോൺ നമ്പറും വേണം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നമുക്കിവിടെ അറിയാവുന്ന ആരുടെയും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ എന്നിട്ട് നമുക്ക് വിസ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ അതല്ലെങ്കിൽ അവരുടെ ഇടയ്ക്കൊരു ബാഡ് ഇമേജ് അല്ലെങ്കിൽ ഒരു ബാഡ് മാർക്ക് തന്നെ ആയിരിക്കും. ബിക്കോസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺ സൈറ്റ് അല്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ഉള്ള ഒരാളെ ആയിരിക്കും, അവർ നാട്ടിലുള്ള ഒരാളെ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഒരു ലക്കാന്ന് ഞാൻ പറയും. മീൻസ് ചില കാര്യങ്ങളൊക്കെ ചിലപ്പം
കിട്ടുമായിരിക്കും. ബട്ട് എൻ്റെ ഒരു കേസിലൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് തന്നെ ഞാനൊരു 4-5 മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് വന്നത്. പക്ഷേ ഫസ്റ്റ് റോളിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കുറച്ച് സമയം അവർ തന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് റീലൊക്കേറ്റ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട്. ബട്ട് മോസ്റ്റ് കേസിൽ എന്താണെന്ന് വെച്ചാൽ, സോറി, ഇവിടെ ട്രക്ക് വന്നാണ്. ഇന്ന് വേസ്റ്റ് എടുക്കുന്ന ദിവസമാണ്, അപ്പോൾ ഞാൻ പെട്ടെന്ന് സൗണ്ട് കേട്ടോണ്ട് നോക്കിയതാണ്. അപ്പം അതല്ലാതെ എനിക്ക് വന്നിരിക്കുന്ന വേറൊരു ഇൻ്റർവ്യൂവിലും അവർ മീൻസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള റോളാണ് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം വന്നിട്ട് പെട്ടെന്നായിരിക്കും റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. നമുക്കിവിടെ നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2 to 3 വീക്സേ ഉണ്ടാവുള്ളൂ. 2 വീക്സ് ഒക്കെയാണ് മിക്കവാറും ഉണ്ടാവുന്നത്. 3 വീക്സ് അല്ലെങ്കിൽ 1 വീക്കിനുള്ളിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ എനിക്കറിയാം. പക്ഷേ 2 വീക്സ് ആണ് ഒരു ബേസിക്കായിട്ട് ഒരു മിനിമം അവർ പറയുന്നത്. അപ്പോൾ ആ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ ആ സ്ഥലത്ത് ഇപ്പോൾ എവിടെയാണെങ്കിലും റീലൊക്കേറ്റ് ചെയ്യുക, അങ്ങനെയാണ്. നമ്മുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് പോകുകയാണ്. നമുക്ക് ജോലിയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പ്രൈവറ്റിലൊക്കെ കൗൺസിലിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ റെയറാണ്. റീലൊക്കേഷൻ അലവൻസ് കിട്ടും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ റീലൊക്കേഷൻ ഒരു വലിയ തലവേദന പിടിച്ച പണിയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുക, മാറുക, റെൻറ്റ് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ബട്ട് സ്റ്റിൽ നമുക്ക് റീലൊക്കേഷൻ അലവൻസ് ഞാൻ ചില റോൾസിനൊക്കെ കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി റീജിയണൽ റോൾസ്. തുടക്കം വരുമ്പോൾ നമുക്ക് അങ്ങനെ റീജിയണലാണെന്നൊന്നും നമുക്ക് തോന്നില്ല. എല്ലാ സ്ഥലത്തും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമായിരിക്കും. ഇപ്പം ന്യൂ സൗത്ത് വെയിൽസ് ആണെങ്കിലും വിക്ടോറിയ ആണെങ്കിലും ഞാൻ ഈ 2 സ്ഥലത്താണ് പോയിരിക്കുന്നത്, മെൽബൺ, സിഡ്നി. പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിസ്ബൻ നമ്മുടെ നാട് പോലെയാണ്. ക്യൂൻസ്ലാൻഡ്, എല്ലായിടത്തും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നേ ഞാൻ പറയൂ. പിന്നെ പറയാനുള്ളത് പ്രിപ്പയർ ചെയ്യാൻ CV തന്നെയാണ്. CV ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബെസ്റ്റായിട്ട് നമ്മളുടെ മാക്സിമം കൊടുക്കുക. ഓരോ CVക്കും വേണ്ടി 1-2 ദിവസമൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. ബിക്കോസ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കി അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ CVയിൽ സ്കിൽസിൽ ആഡ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കാനോ പറയാനോ പറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ ആ ഒരു പ്രൈമറി കോൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. HR വിളിച്ചിട്ട് പണ്ടൊക്കെ എനിക്ക് HR വിളിക്കുമ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കാണാറില്ല. അവർ ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് വിളിച്ചിട്ട് പറയും ഒരു അസസ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് സെലക്ട് ആയാൽ മാത്രമേ ഇൻ്റർവ്യൂ കോൾ വരുള്ളൂ, അങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ അത്രയും കാണാറില്ല. എൻ്റെ റോൾസിലൊക്കെ ഡയറക്റ്റ്ലി എനിക്കിപ്പോൾ ഈ റോളിലേക്ക് ഞാൻ മാറിയപ്പം ട്രാഫിക് അതിന് ഒരു പ്രോഗ്രഷൻ റോളായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറിയപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി അവർ വിളിച്ചിട്ട് അടുത്ത ആഴ്ചയാണ് ഇൻ്റർവ്യൂ. പിന്നെ ഇവിടെ ഇൻ്റർവ്യൂവിന് പെട്ടെന്നായിരിക്കും ഡേറ്റ് വരുന്നത്. അതായത് എന്നിപ്പോൾ അവർ വിളിച്ചിട്ട് ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് 1 ഡേ ഒക്കെ ഗ്യാപ്പ് തന്നിട്ട് ഇൻ്റർവ്യൂ വെക്കാറുണ്ട്. പിന്നെ ചില കേസിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ട്രാൻസ്പോർട്ട് ഫോർ ന്യൂ സൗത്ത് വെയിൽസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1-2 എണ്ണം. സോ അതിന് മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് 1 വീക്ക് അവർ ഗ്യാപ്പ് തരുന്നത്. ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ നല്ല പാടായിരുന്നു, എനിക്കത് കിട്ടിയില്ല. ബട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താണ് ചെയ്തത് സ്റ്റാർ മെത്തേഡിൽ നമ്മളത് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ കിട്ടിയില്ല സിറ്റുവേഷൻസ്. അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു കുറച്ച് പാടായാണ് എന്ന്. വേറൊരെണ്ണമാണ് ഓപ്പറേഷൻസ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ് എന്ന് വന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് സൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ. പിന്നെ ഡിസൈൻ ഡെഫിനറ്റ് ആയിട്ട്. പിന്നെ വരുന്നത് പ്രോജക്ട്സ് ഡെലിവറി, അല്ലെങ്കിൽ പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ്, അതൊക്കെ ഭയങ്കര അടിപൊളി റോളാണ്. പ്രോജക്റ്റ് എഞ്ചിനീയർ റോൾ കിട്ടാനും കുറച്ച് പാടാണ്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടൊന്നും എനിക്ക് റാക്കായിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ നോളജ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ കാണാം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.